إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اتقوا الله يا عباد الله മറ്റു ജീവജാലങ്ങളിൽ നിന്നും മനുഷ്യനെ വേർതിരിക്കുന്ന ഒട്ടേറെ ഘടകങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനം മനുഷ്യൻ അറിവ് നേടുന്നു എന്നതാണ്. അറിവ് ആർജിക്കുക എന്നത് മനുഷ്യന്റെ മാത്രം പ്രത്യേകതയുമാണ്. ലോകത്ത് ഇന്ന് കാണുന്ന സർവ പുരോഗതികൾക്കും കാരണം മനുഷ്യൻ ഭൗതികമായി നേടിയെടുത്ത അറിവുകളും ആ അറിവനുസരിച്ചുള്ള മനുഷ്യന്റെ കണ്ടുപിടുത്തങ്ങളും പ്രവർത്തനങ്ങളും കൊണ്ടാണ് എന്ന് നമുക്കൊക്കെ അറിയാം. അള്ളാഹുവിന്റെ ഏറ്റവും ആദരവ് ലഭിച്ച മനുഷ്യൻ എന്ന നിലക്ക് തന്നെ പ്രധാനപ്പെട്ട ഒരു അറിവ് നമുക്കൊക്കെ നേടാനുണ്ട്. ആ അറിവ് തന്റെ റബ്ബ് ആരാണ് എന്നത് തന്നെയാണ്. മൻ റബ്ബുക, നിന്റെ റബ്ബ് ആരാണ് എന്ന് ചോദിച്ചാൽ റബ്ബി അല്ലാഹ് എന്ന് ഈ ഐഹിക ജീവിതത്തിൽ വെച്ച് പ്രഖ്യാപിക്കാൻ, മരണശേഷം ഖബർ ജീവിതത്തിലും സത്യവിശ്വാസിക്ക് അത് പ്രഖ്യാപിക്കാൻ കഴിയും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവിനെ കുറിച്ച് ശരിയാവണ്ണം മനസ്സിലാക്കാത്ത ഖുർആൻ അവതരിക്കുന്ന കാലത്തെ മനുഷ്യരോട് ചോദിക്കാൻ അള്ളാഹു ആവശ്യപ്പെട്ട ചില വചനങ്ങൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം. ഖുൽ അഗൈറല്ലാഹി അബ്ഗി റബ്ബൻ വഹുവ റബ്ബു കുല്ലി ശൈഇൻ. സകല വസ്തുവിന്റെയും റബ്ബ്, ഏതൊരു സൃഷ്ടിയെയും സൃഷ്ടിക്കുകയും ഉടമപ്പെടുത്തുകയും നിയന്ത്രിക്കുകയും അവർക്കാവശ്യമായ ഉപജീവന മാർഗങ്ങൾ നൽകുകയും ചെയ്യുന്ന ഒരു റബ്ബുണ്ടായിരിക്കെ ആ റബ്ബല്ലാത്ത ഒരാളെ ഞാൻ റബ്ബായി സ്വീകരിക്കുകയോ? ഖുൽ അഗൈറല്ലാഹി അത്തഖിദു വലിയ്യൻ ഫാത്തിരിസ് സമാവാതി വൽ അർദ്. ആകാശഭൂമികളുടെ സൃഷ്ടാവായ അല്ലാഹുവല്ലാത്ത ഒരു രക്ഷകനെ ഞാൻ സഹായിയായി സ്വീകരിക്കുകയോ? വഹുവ യുത്ഇമു വലാ യുത്അം. ആ സഹായി, ആ അല്ലാഹു അന്നം നൽകുന്നു, അവന് അന്നം നൽകപ്പെടുന്നില്ല. അല്ലാഹുവല്ലാത്ത പ്രാർത്ഥിക്കപ്പെടുന്ന ആരാധിക്കപ്പെടുന്ന ഏത് കേന്ദ്രങ്ങൾ പരിശോധിച്ചാലും അവിടെയൊക്കെ അന്നം അങ്ങോട്ട് നൽകണം. അന്നവും പണവും അവിടെ നൽകിയാലേ അവിടെ പ്രാർത്ഥന നടക്കുകയുള്ളൂ.
അള്ളാഹുവിന്റെ പ്രത്യേകത അവൻ അന്നം നൽകുന്നു, അവനെ ആരും തീറ്റിപ്പോറ്റേണ്ടതില്ല എന്നതാണ്. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു സംഭവം, ഖദിമ വഫ്ദു നജ്റാൻ, നജ്റാനിൽ നിന്ന് ഒരു സംഘം ആളുകൾ റസൂലുള്ളാഹിയുടെ അരികിൽ വന്നു. അവർ റസൂലുള്ളാഹിയോട് പറഞ്ഞു, സിഫ് ലനാ റബ്ബക്, നിന്റെ റബ്ബിനെ ഞങ്ങൾക്കൊന്ന് വിവരിച്ചു തരണം. അസബർജതുൻ അം യാഖൂതുൻ അം ദഹബുൻ അം ഫില്ല, നിന്റെ റബ്ബ് സബർജത്ത് എന്ന പ്രത്യേകതരം കല്ലാണോ, സ്ഫടികമാണോ, സ്വർണമാണോ, വെള്ളിയാണോ എന്നൊക്കെ അവർ ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന റബ്ബി ലൈസ മിൻ ഷൈ, എന്റെ റബ്ബ് നിങ്ങളിൽ പറഞ്ഞ ഒന്നിലും പെട്ടതല്ല. അന്നഹു ഖലഖൽ അഷ്യാ, എന്റെ റബ്ബാണ് സകല സൃഷ്ടികളെയും സകല വസ്തുക്കളെയും സൃഷ്ടിച്ചിട്ടുള്ളത്. ഫനസലത് ഖുൽ ഹുവല്ലാഹു അഹദ്, ആ സംഘത്തോട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് സൂറത്തുൽ ഇഖ്ലാസിലെ ഖുൽ ഹുവല്ലാഹു അഹദ്, പറയുക അല്ലാഹു ഏകനാണ് എന്ന ആയത്ത് ഇറങ്ങിയത്. അപ്പൊ അവർ ചോദിച്ചു, മുഹമ്മദ് നബിയെ, ഹുവ വാഹിദുൻ വ അൻത വാഹിദുൻ, നീ പറയുന്ന അല്ലാഹ് ഏകൻ, നീയും ഏകൻ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ കമിത്ലിഹി ഷൈഉൻ, അല്ലാഹുവിനെ പോലെ തുല്യനായി ഒരാളുമില്ല. അവർ വീണ്ടും പറഞ്ഞു, സിദ്നാ മിനസ് സിഫ, നിന്റെ റബ്ബിനെ ഞങ്ങൾക്കൊന്ന് കൂടുതൽ വർണ്ണിച്ചു തരണം. റസൂലുള്ളാഹി പറഞ്ഞു, അല്ലാഹു സ്വമദ്, അല്ലാഹു സ്വമദ. അപ്പോൾ അവർ ചോദിച്ചു, വമസ് സ്വമദ്, എന്താണ് ഈ സ്വമദ് എന്നതുകൊണ്ട് ഉദ്ദേശം? റസൂലുള്ളാഹി പറഞ്ഞു കൊടുത്തു, അല്ലദീ യസ്മുദുൽ ഖൽഖു ഇലൈഹി ഫിൽ ഹവായിജ്, ഓരോ സൃഷ്ടിയും തങ്ങളുടെ മുഴുവൻ ആവശ്യങ്ങൾക്കും ആ ആവശ്യങ്ങളിൽ ആശ്രയിക്കുന്നവരാണ് സ്വമദായ അല്ലാഹ്. ഇത് കേട്ടപ്പോൾ വീണ്ടും അവർ പറഞ്ഞു, സീദന, ഞങ്ങൾക്ക് നിന്റെ റബ്ബിനെ ഒന്ന് വർണ്ണിച്ചു നൽകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലം യലിദ് കമാ ഉലിദത് മറിയം വലം യൂലദ് കമാ ഉലിദ ഈസ, മറിയം അലൈഹിസ്സലാം ജനിച്ച പോലെ മാതാവിനും പിതാവിനുമായി ജനിച്ചിട്ടില്ല. ഈസ അലൈഹിസ്സലാം ജനിച്ചതുപോലെ പിതാവില്ലാതെ ജനിച്ചതുമല്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, ആ അല്ലാഹുവിന് തുല്യമായി ഒരാളുമില്ല. ഈ റബ്ബിനെയാണ് ഈ ഭൗതിക ജീവിതത്തിൽ നാം ഏറ്റവും പഠിക്കേണ്ടത്. ഈ അറിവ് നേടുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയായി അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചതുമാണ്. ഈ റബ്ബ് ആരാണ്? വിശുദ്ധ ഖുർആനിലെ ഒട്ടേറെ വചനങ്ങളിലൂടെ അർ-റഹ്മാനു അലൽ അർശി ഇസ്തവ, റഹ്മാനായ അല്ലാഹ് സകല സൃഷ്ടികൾക്കും മീതയായി അർശിൽ കഴിയുന്നവനാണ്. ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, അവന്റേതാണ് ആകാശങ്ങളിലുള്ളത് ഭൂമിയിലുള്ളത്, വമാ ബൈനഹുമാ, അവക്കിടയിലുള്ളത്, വമാ തഹ്ത തറ, മണ്ണിനടിയിലുള്ളത്. ഒന്നും വിട്ടുപോകാത്ത ഒരു വചനം. അല്ലാഹു അല്ലാത്ത സകലതും അവന്റെ സൃഷ്ടികളാണ്. ആ സൃഷ്ടികളെല്ലാം സൃഷ്ടിച്ചു പരിപാലിക്കുന്ന, നിയന്ത്രിക്കുന്ന, അവർക്ക് ആവശ്യമായ മാർഗദർശനവും ഉപജീവനവും എല്ലാം നൽകുന്നവൻ ഏകനായ അല്ലാഹുവാണ്. അതുകൊണ്ട് തന്നെ സൃഷ്ടികൾക്ക്, മനുഷ്യർക്ക് ആ റബ്ബിനോടുള്ള ബാധ്യത, റബ്ബുസ് സമാവാതി വൽ അർളി വമാ ബൈനഹുമാ ഫഅബ്ദുഹു വസ്തബിർ ലിഇബാദതി, ആകാശഭൂമികളുടെയും അവക്കിടയിലൂടെയും മുഴുവൻ ചരാചരങ്ങളുടെ റബ്ബ്, അവനെ മാത്രം നീ ആരാധിക്കുക, ആ ആരാധനയിൽ ക്ഷമയോടെ നിലകൊള്ളുക. ഹൽ തഅലമു ലഹു സമീയ, അവന് പേരൊത്ത മറ്റൊരാളെ നിനക്കറിയുമോ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. ആരാണ് പടച്ചോൻ എന്ന് മക്കയിലെ മുശ്രിക്കുകളോട് പോലും ചോദിച്ചാൽ അവർ പോലും പറഞ്ഞിരുന്ന മറുപടിയാണ് അല്ലാഹ് എന്നത്. വലകിൻ സഅൽതഹും മൻ ഖലഖഹും ലയഖൂലുന അല്ലാഹ്, അവരോട് ചോദിക്കാണ്, നിങ്ങളെ പടച്ചതാരാണ്, നിങ്ങളുടെ പടച്ചോൻ ആരാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ
നിങ്ങളെ സൃഷ്ടിച്ചവനാരാണ്? അല്ലാഹ് എന്നവർ പറയും. വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർള ലയഖൂലുന്ന അല്ലാഹ്. ആകാശ ഭൂമികളെ പടച്ചത് ആരാണ് എന്ന് ചോദിച്ചാലും അവർ പറയും അല്ലാഹ്. വലഇൻ സഅൽതഹും മൻ നസ്സല മിനസ് സമാഇ മാഅൻ ഫഅഹ്യ ബിഹിൽ അർള മിൻ ബഅദി മൗതിഹാ ലയഖൂലുന്ന അല്ലാഹ്. ആരാണ് ഉപരിലോകത്തിൽ നിന്ന് മഴവെള്ളം ഇറക്കുന്നതും നിർജീവമായി കിടക്കുന്ന ഭൂമിയെ ജീവിപ്പിക്കുന്നതും ആരെന്ന് ചോദിച്ചാൽ അവർ ഉറപ്പിച്ചു പറയും അല്ലാഹ്. ആകാശത്തിൽ നിന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് ആവശ്യമായ റിസ്കുകൾ നൽകുന്നത് ആരാണ്? കണ്ണും കാതും അത് അധീനപ്പെടുത്തുന്നത് ആരാണ്? ജീവനില്ലാത്തതിൽ നിന്ന് ജീവനുള്ളവനെ, ജീവനുള്ളതിൽ നിന്ന് ജീവനില്ലാത്തതിനെ പുറത്തു കൊണ്ടുവരുന്നവൻ ആരാണെന്ന് ചോദിച്ചാൽ കാര്യങ്ങൾ മുഴുവൻ നിയന്ത്രിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അവർ ഉറപ്പിച്ചു പറയും അല്ലാഹ്. എന്നിട്ട് അല്ലാഹ് ചോദിക്കാണ് ഇങ്ങനെയൊക്കെ വ്യക്തമായി പറഞ്ഞിട്ടും ആ അള്ളാനെ വിട്ട് ശുർക്കിലേക്ക് നീങ്ങിയവരോട് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നില്ലേ? എന്നിട്ട് അള്ളാഹ് ഓർമ്മപ്പെടുത്തിയ കാര്യം ഇവനാണ് നിങ്ങളുടെ റബ്ബ്. ഈ ഹക്കായ അള്ളാഹുവിനെ വിട്ടാൽ പിന്നെ വഴികേട് മാത്രമാണുള്ളത്. അതുകൊണ്ട് സകല വസ്തുവിന്റെയും സുദ്ധാവായ അള്ളാഹു, അവൻ മാത്രമാണ് ആരാധനക്കർഹൻ. നിങ്ങൾ എങ്ങോട്ടാണ് തെറ്റിക്കപ്പെടുന്നത് എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. ഈ റബ്ബിലേക്ക് ഒരു മധ്യവർത്തിയില്ലാതെ, ഇടയാളനില്ലാതെ ഏതൊരു മനുഷ്യനും റബ്ബിലേക്ക് അടുക്കാൻ സാധിക്കും, ആ റബ്ബിനോട് പ്രാർത്ഥിക്കാൻ സാധിക്കും എന്നതും ഈ വിഷയത്തിന്റെ കാതലായ വശമാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. മധ്യവർത്തികളില്ലാതെ, ഇടയാളനില്ലാതെ, തനിക്കും തന്റെ റബ്ബിനുമിടയിൽ ഒരാളുമില്ലാതെ തനിക്ക് തന്റെ കാര്യങ്ങൾ പറയാൻ, പ്രാർത്ഥിക്കാൻ, അതാണ് റബ്ബുൽ ആലമീനായ അല്ലാഹു സുബ്ഹാനഹു വ തആല. വിശുദ്ധ ഖുർആനിൽ നോക്കൂ നിങ്ങൾ, യസ്അലൂനക എന്ന് തുടങ്ങുന്ന ഒട്ടേറെ വചനങ്ങൾ കാണും. ആ വേദക്കാരും മുശ്രിക്കുകളും വന്ന് നിന്നോട് ചോദിക്കുന്നു, യസ്അലൂനക അനിൽ ഖംരി വൽ മൈസിർ ويسألونك عن اليتامى ويسألونك عن المحيض ويسألونك عن ذي القرنين ويسألونك عن الروح ويسألونك عن الجبال. മദ്യത്തെക്കുറിച്ച്, ജൂതാട്ടത്തെക്കുറിച്ച്, അനാഥകളെക്കുറിച്ച്, അതുപോലെ ആർത്തവത്തെക്കുറിച്ച്, ദുൽഖർനൈൻ എന്ന മനുഷ്യനെ കുറിച്ച്, അതുപോലെ ആത്മാവിനെ കുറിച്ച്, പർവ്വതങ്ങളെ കുറിച്ച്, മാസപ്പുറവിയെ കുറിച്ച് ഇതൊക്കെ നിന്നോട് ചോദിക്കുന്നു. ഇങ്ങനെ ചോദിച്ചു വരുന്നവരോട് മുഹമ്മദ് നബിയെ അവരോട് പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ആ ചോദ്യത്തിന് ഉത്തരം റസൂലുള്ളാഹിയെ വെച്ച് അല്ലാഹ് പറഞ്ഞു കൊടുക്കാൻ പറയാം. എന്നാൽ അല്ലാഹുവിനോട് ബന്ധപ്പെട്ട് അല്ലാഹ് പറഞ്ഞപ്പോ വഇദാ സഅലക ഇബാദി അന്നി, എന്റെ അടിമകൾ താങ്കളോട് വന്ന് എന്നെ കുറിച്ച് ചോദിച്ചാൽ ഖുൽ എന്ന് പോലും അല്ലാഹ് പറഞ്ഞില്ല. എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ മുഹമ്മദ് നബി എന്ന ഒരു ഇടയാളനെ അല്ലാഹ് സ്വീകരിക്കാതെ വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, എന്നെ കുറിച്ച് എന്റെ അടിമകൾ വന്ന് ചോദിച്ചാൽ മുഹമ്മദ് നബിയെ പറഞ്ഞു കൊടുക്കണമെന്നല്ല, അല്ലാഹു തന്നെ പറയുന്നു ഫഇന്നി ഖരീബ്, ഞാൻ അവരോട് ഏറ്റവും സമീപസ്ഥനാണ്. ഈ അള്ളാഹുവിനും പടപ്പിനുമിടയിൽ മധ്യവർത്തികളെ കൊണ്ടുവന്ന് അള്ളാഹുവിനെ അവമതിക്കുകയാണ് ഇന്ന് മുസ്ലിം സമൂഹത്തിലെ പുരോഹിതന്മാർ ചെയ്യുന്നത്. ആരാണ് പടച്ചവൻ എന്ന് ചോദിച്ചാൽ ഇന്ന പടപ്പുകളാണ് എന്ന് പറയുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ശിർക്കിന്റെ എല്ലാ നിലക്കും ശിർക്ക് വിശ്വാസം അടിക്കുറപ്പിച്ചുകൊണ്ടിരിക്കുന്ന പുരോഹിതന്മാർ. നമ്മുടെ നാടുകളിലൊക്കെ മുസ്ലിം മനസ്സുകളിൽ രൂഢമൂലമായ ഒരു നാമമുണ്ട്, ഷെയ്ഖ് ജീലാനി. യഥാർത്ഥത്തിൽ അദ്ദേഹം പോലും സമൂഹത്തോട് പറഞ്ഞത് കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് വഫീ ഖൽബിക കം ഇലാഹ്, നിനക്കെങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയും? നിന്റെ മനസ്സിൽ എത്ര ഇലാഹുകളാണുള്ളത്?
കുല്ലു ഷൈഇൻ തഅതമിദു അലൈഹി വതസിഖു ബിഹി ദൂനല്ലാഹ് ഫഹുവ സ്വലമു. നീ അല്ലാഹുവിനെ പുറമെ വിശ്വസിക്കുകയും തന്നെ സഹായിക്കുമെന്ന് കരുതി ഏതൊക്കെ കേന്ദ്രങ്ങളിൽ അഭയം തേടുന്നുവോ ഫഹുവ സ്വലമു, നിന്റെ മനസ്സിൽ നീ നാട്ടിവെച്ച വിഗ്രഹമാണത്. ഹൃദയത്തിൽ ഇത്തരത്തിലുള്ള ശുർക്കൻ വിശ്വാസം വെച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് എത്ര തവണ ഉച്ചരിച്ചാലും അതിന്റെ ഫലം നിനക്ക് ലഭ്യമല്ല എന്നാണ് ശൈഖ് ജീലാനി പോലും പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. നീ നമസ്കാരത്തിലടക്കം കളവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്താ കളവ്? അല്ലാഹു അക്ബർ. നമസ്കാരത്തിൽ പ്രവേശിച്ചാൽ അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് മഹാൻ വലിയവനെന്ന് നീ ആവർത്തിക്കുന്നു. നിന്റെ മനസ്സിൽ എത്രയെത്ര അല്ലാഹുവിനേക്കാളും ഉന്നത സ്ഥാനം കൽപ്പിച്ച് നീ നാട്ടിവച്ച ഇലാഹുകളുണ്ട്. ആ ഇലാഹുകളെ പിഴുതെറിയാതെ നീ അല്ലാഹു അക്ബർ പറയുമ്പോൾ അത് കാപട്യമാണ്, കളവാണ് എന്നാണ് അദ്ദേഹം പോലും പഠിപ്പിച്ചത്. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ നിന്ന് മനസ്സിലാക്കുന്ന, നമുക്ക് പഠിക്കാൻ കഴിയുന്ന ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീ അറിയണം അല്ലാഹു മാത്രമാണ് ആരാധനക്കർഹൻ, ഇബാദത്തിനർഹൻ, പ്രാർത്ഥനക്കർഹൻ എന്ന ആ തൗഹീദിന്റെ കാതലായ വശം നമ്മുടെ ജീവിതത്തിൽ മാറ്റിവെച്ചാൽ പിന്നെ ഇസ്ലാമില്ല, ദീനില്ല എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഈ സന്ദേശം, ഈ അറിവ് പഠിക്കുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. അള്ളാഹുവിനെ അറിയേണ്ട വിധം പഠിച്ച് അവന്റെ മാർഗത്തിൽ അവൻ തൃപ്തിപ്പെടുന്ന ഒരു വിശ്വാസിയായി ജീവിക്കാനുള്ള പരിശ്രമം നമ്മിൽ നിന്നും ഉണ്ടാകണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അഖൂലു മാ തസ്മഊൻ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. ഒരിക്കൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിയുടെ അരികിൽ വന്ന് പറഞ്ഞു, മുർനി ബികലിമാത്തിൻ അഖൂലുഹുന്ന ഇദാ അസ്ബഹതു വഇദാ അംസൈതു. എനിക്ക് ചില വാക്കുകൾ, പ്രാർത്ഥന പദങ്ങൾ പഠിപ്പിച്ചു തരണം. എനിക്ക് രാവിലെയും വൈകുന്നേരവും പ്രത്യേകം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാനാണത്. പ്രഭാത പ്രദോഷ ദിക്റുകൾ എന്നത് നമ്മുടെ കരുത്താണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. സുബഹി നമസ്കാരം കഴിഞ്ഞ് സൂര്യൻ ഉദിക്കുന്നത് വരെയും അസ്ർ നമസ്കാരത്തിന് വിരമിച്ചാൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെയും കുറെ ദിക്റുകളും പ്രാർത്ഥനകളും നമുക്ക് പഠിക്കാറുണ്ട്. അതാണ് വിശ്വാസികളുടെ കരുത്ത് എന്ന് നാം തിരിച്ചറിയണം. പഠിക്കാത്തവർ അതൊക്കെ ശീലമാക്കി മാറ്റണം. അബൂബക്കർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ അരികിൽ വന്ന് പ്രത്യേകം പ്രാർത്ഥന ചോദിച്ച് പഠിക്കാൻ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുൽ, നീ ഇങ്ങനെ പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ ഫാത്തിറസ് സമാവാതി വൽ അർദ് ആലിമൽ ഗൈബി വശഹാദ റബ്ബ കുല്ലി ഷൈഇൻ വമലീക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അഊദു ബിക മിൻ ശർരി നഫ്സി വമിൻ ശർരി ശൈത്വാനി വശുർകി വഅൻ അഖ്തരിഫ അലാ നഫ്സി സൂഅൻ വഅജറുഹു ഇലാ മുസ്ലിം. നീ ഇങ്ങനെ പ്രാർത്ഥിക്കണം. ആകാശഭൂമികളുടെ സൃഷ്ടാവായ അല്ലാഹുവേ, ദൃശ്യവും അദൃശ്യവും അറിയുന്നവനായ അല്ലാഹുവേ, റബ്ബ കുല്ലി ഷൈഇൻ വമലീക, ഏതൊരു സൃഷ്ടിയെയും സൃഷ്ടിച്ച് പരിപാലിച്ച് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നവനും അതിനെ പൂർണ്ണമായും ഉടമപ്പെടുത്തിയവനുമായ അല്ലാഹുവേ, നീ അല്ലാതെ ആരാധനക്കർഹനായി ആരുമില്ല. അതുകൊണ്ട് ഞാനിതാ എന്നിൽ നിന്ന് വന്നു പോയ ഷർറിൽ നിന്ന്, പിശാച് വരുത്തുന്ന ഷർറിൽ നിന്ന്, ശുർക്കിൽ നിന്ന് ഞാൻ കാവൽ തേടുന്നു. ഞാനൊരു തിന്മ ചെയ്ത് അതൊരു മറ്റൊരു മുസ്ലിമിലേക്ക് ചാർത്തുന്നതിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു എന്നാണ്. ഈ പ്രാർത്ഥന പഠിപ്പിച്ച ശേഷം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി പറഞ്ഞു, ഇത് നീ
രാവിലെയും വൈകുന്നേരവും നിന്റെ കിടപ്പറയിലും ചൊല്ലണം. അബൂബക്കർ ആവശ്യപ്പെട്ടത് രാവിലെയും വൈകുന്നേരം പ്രാർത്ഥിക്കാനെന്നാണ്. പഠിപ്പിച്ചു കഴിഞ്ഞ റസൂൽ പറഞ്ഞത് ഒരു ദിവസം 3 നേരം രാവിലെ ചൊല്ലണം, വൈകുന്നേരം ചൊല്ലണം, ഉറങ്ങുന്നതിന് മുമ്പും ചൊല്ലണം. ഈ പ്രാർത്ഥന എടുത്തു നോക്കിയാൽ അതിൽ നിന്ന് മനസ്സിലാകും തൗഹീദ് എന്താണ്. അല്ലാഹുവാണ് മുഴുവൻ സൃഷ്ടികളുടെയും സൃഷ്ടാവ്, ഖാലിഖും മാലിക്കും മുദബ്ബിറും റാസിഖും. അല്ലാത്ത ഒരു പടച്ചോനുണ്ട് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഒരു മുസ്ലിം എത്തുന്നതെങ്കിൽ ഈ ആദർശം പഠിക്കാത്തത് കൊണ്ടാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഈ തൗഹീദിന്റെ ആദർശം പഠിച്ച് ഈ ആദർശത്തിലായി തന്നെ ഞാൻ മരിക്കണമെന്ന തീരുമാനമെടുക്കേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ യഥാർത്ഥ മുവഹ്ഹിദുകളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. اللهم احينا على الكتاب والسنه وامتنا مع الايمان والتوبه. اللهم اشف مرضانا ومرضى المسلمين. اللهم اشف مرضانا وارحم موتانا يا ارحم الراحمين. اللهم لا تدع لنا ذنبا الا غفرته ولا دينا الا قضيته ولا مريضا الا شفيته ولا ميتا الا رحمته ولا بلاء الا رفعته يا ارحم الراحمين. ربنا تقبل منا دعاءنا وتب علينا انك انت التواب الرحيم. اللهم توفنا مسلمين والحقنا بالصالحين. اللهم صل على محمد وعلى ال محمد والحمد لله رب العالمين.